രസകരവുമായ ഒരു മത്സര ഇനം കൂടിയാണ് ഈ പണിയ നൃത്തം, അതുപോലെ മലപ്പുലയാട്ടം തുടങ്ങിയ ഗോത്ര സമൂഹത്തിൻ്റെ തനത് കലാരൂപങ്ങൾ. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരം ഈ പണിയ നൃത്തം, മലപ്പുലയാട്ടം തുടങ്ങിയവയൊക്കെ ജില്ലാ കലോത്സവത്തിൻ്റെ സ്കൂൾ കലോത്സവത്തിൻ്റെ മത്സര ഇനമാക്കി പ്രഖ്യാപിച്ചത്. ഇത്തവണയും മികച്ച രീതിയിലുള്ള അവതരണമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. വേദി നിറഞ്ഞിരുന്നു. ഒരുപാട് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. ഇപ്പോൾ മത്സരം കഴിഞ്ഞിറങ്ങിയ ഒരു സ്കൂളിലെ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ കാര്യങ്ങൾ, അതായത് അവരെ പരിശീലിപ്പിച്ചത് റഷീദ ടീച്ചറാണ്. ജസ്റ്റ് നമുക്ക് ഈ അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ മലപ്പുലയാട്ടം, അതുപോലെ തന്നെ പണിയ നൃത്തം തുടങ്ങിയ ഗോത്ര സമൂഹത്തിൻ്റെ ഈ കലാരൂപങ്ങളെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ടീച്ചറാണ് ഇവരെ പരിശീലിപ്പിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പണിയ നൃത്തം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് അധ്യാപികയോട് ചോദിച്ചു നോക്കാം. എന്താണ് ശരിക്കും ഈ പണിയ നൃത്തം എന്ന് പറയുന്നത്? പണിയ നൃത്തം ശരിക്കും ഞാനല്ല പരിശീലിപ്പിച്ചത്. സബ് ജില്ലയിൽ വേറൊരു സാറ് വന്ന് പരിശീലിപ്പിച്ചായിരുന്നു. അപ്പം ജില്ലയിലേക്ക് ആ സാറ് വന്നില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഐറ്റംസിന് നമ്മൾ തന്നെ ഒന്നുകൂടി പൊടികെട്ടി എടുത്തു. അപ്പോൾ ഷാരോൺ എന്ന് പറഞ്ഞ സാറ് കഴിഞ്ഞ ദിവസം മുതൽ സാറാണ് ഇവരെ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് എല്ലാം ശരിയാക്കി തന്നത്. ഞാൻ ടീച്ചറാണ്, സ്കൂളിൽ PR ആണ്. അപ്പം ഞാനാണ് ഇവരെയൊക്കെ പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നത്, ഇവരെ കൂടെ നിൽക്കുന്നത്. ഈ പണിയ നൃത്തം എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ നമുക്ക് വേണ്ടി? നമ്മുടെ മോളുണ്ട്, ഇവള് പറയും. എന്താണ് മോളെ ഈ പണിയ നൃത്തം എന്താണ് ഒന്ന് പറഞ്ഞു. പണിയ ആദിവാസി വിഭാഗക്കാർ കളിക്കുന്ന ഒരു നാടോടി നൃത്തരൂപമാണ് പണിയ നൃത്തം. ഇപ്പോൾ ഇത് കമ്പളക്കളി എന്നും വട്ടക്കളി എന്നും പേരുണ്ട്. വട്ടത്തിൽ നിന്ന് കളിക്കുന്നതുകൊണ്ടാണ് വട്ടക്കളിക്ക് ആ പേര് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുരുഷന്മാർ താളവാദ്യങ്ങൾ കൊട്ടിയും സ്ത്രീകൾ ചുവട് വെച്ച് പാട്ടുപാടിയാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. പ്രധാനമായും ആഘോഷവേളകളിലും വയൽപ്പണികൾ ചെയ്യുമ്പോഴുമാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഈ ഗോത്ര വിഭാഗത്തിൻ്റെ തനത് അവരുടെ നാട്ടിൽ കളിക്കുന്ന അതുപോലുള്ള കാര്യങ്ങളാണ് ഈ പണിയ നൃത്തം, അതുപോലെ തന്നെ മലപ്പുലയാട്ടം തുടങ്ങിയവയൊക്കെ. നമുക്കൊന്ന് പറഞ്ഞു തരുമോ എന്താണ് ഈ പണിയ നൃത്തം? വയലുകളിൽ അവർ ആഘോഷവേളകളിലൊക്കെ ചെയ്യുന്ന ഇതാണ്. കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടൊരു നൃത്തമാണ്. അവരുടെ കളപ്പുര പറയുമ്പോൾ അവർ സന്തോഷത്തിൽ ചെയ്യുന്നതാണത്. അത് തേനയായാലും നെല്ലായാലും വയനാട്ടിലെ പണിയ വിഭാഗത്തിൽപ്പെട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഇത് പഠിപ്പിക്കുന്നത്. ഞാനും വേറൊരു 2 മാസത്തിൻ്റെ ഗ്രൂപ്പാണ്. ഇതിലൊക്കെ മാസമൊക്കെ ഇതിലെ കോസ്റ്റ്യൂം മേക്കപ്പ് ഡ്രസ്സിങ്ങൊക്കെ ഞാനാണ് ചെയ്തത്. തനത് ഗോത്ര സ്റ്റൈലാണ്. കാത് തട്ടയൊക്കെ ഇട്ടിട്ട്. അതൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുന്നതാണോ അതോ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ? അതിങ്ങനെ കുന്നിക്കുരു വെച്ചിട്ടുണ്ടാക്കിയല്ലേ. ബാക്കി എല്ലാവരും ഉപയോഗിച്ചത് കമ്മല, ഇത് ഓലത്തട്ട, അതേപോലെ പിന്നെ കല്ലുമാല, തുടി. ഇവരൊക്കെ നല്ല വാദ്യം വായിക്കുന്ന ആൾക്കാരുണ്ട് കുടിക്കാരൊക്കെ. ഓരോ ഇതിനും വ്യത്യസ്ത വാദ്യോപകരണങ്ങളാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? വാദ്യോപകരണങ്ങൾ വെച്ചാൽ ഇത് പിന്നെ തുടിയാണ് മെയിൻ. ഇത് പിന്നെ കുറുങ്കോയിലും അതാണ് വായിക്കുന്നത് തന്നെ. അതിൽ ഒരു താളമുണ്ട്, ആ താളത്തിൽ തന്നെയാണ് വായിക്കുന്നത്. വേറെ നമ്മളെ താളപ്പെരുക്കൊന്നുമില്ല. ഇത് നമ്മളെ മറ്റുള്ള ഡ്രംസ് ചെണ്ടയൊക്കെ മാതിരി ഒരു താളത്തിൽ ഇങ്ങനെ അവരുടെ ഒരു ഈ പണിയ വിഭാഗത്തിൻ്റെ ഒരു ആഘോഷ നൃത്തം. കളപ്പുരം നിറഞ്ഞാൽ അവർ വയറ് നിറയും. അതാണ് എൻ്റെ ഇത്. ഈ പ്രാവശ്യം കഴിഞ്ഞ തവണ മുതലാണ് ഇതൊരു മത്സര ഇനമായിട്ട് സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നത്. ശരിക്കും അതൊരു മാതൃകാപരമായ ഒരു കാര്യം തന്നെയല്ലേ? നല്ലതാണ്. ഇങ്ങനത്തെ ഗോത്രങ്ങളിലൊക്കെ ഇനി വരണം. ഇതിലിപ്പം പണിയ നൃത്തം, പിന്നെ മംഗലകളി, മലപ്പുലയാട്ടം, പിന്നെ മറ്റേ പൊളിയ നൃത്തം, പിന്നെ ഇരുള നൃത്തമൊക്കെ ഉണ്ട്. അപ്പം അത് പിന്നെ നമ്മൾ അതിൻ്റെ ഞാനൊക്കെ വയനാട്ടിൽ ഇതിൻ്റെ പണിയർ കലാസമിതി പോയി പഠിച്ചതാണ്. പിന്നെ അവരെ അടുത്ത് പോയി പഠിച്ചാൽ. അപ്പോൾ അതായത് അധ്യാപകൻ പറഞ്ഞതുപോലെ തന്നെ, പരിശീലകൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ അവിടെ ചെന്ന് അവരെ അടുത്തറിഞ്ഞിട്ടാണ് ഇത്തരം കലാരൂപങ്ങളെ പഠിച്ചെടുക്കുന്നത്, വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഈ സ്കൂൾ കലോത്സവത്തിൽ പണിയ നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം, ഇരുൾ നൃത്തം തുടങ്ങിയ വിവിധ മത്സര ഇനങ്ങളുണ്ട്. എല്ലാത്തിനും മികച്ച പ്രതികരണമാണ്. ഇപ്പോൾ പണിയ നൃത്തത്തിൻ്റെ മത്സരമാണ് പോലീസ് മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വേദി നിറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷരിമരാജൻ, കണ്ണൂർ വിഷൻ.